നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 10 മാനേജർമാർ goal.com ഇപ്പോൾ ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടുണ്ട്. 25 മികച്ച മാനേജർമാരുടെ നമ്മളതിലെ 10 മാനേജർമാർ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ്. മികച്ച 10 കോച്ചുമാർ ഈ നൂറ്റാണ്ടിലെ, അതായത് 2000-ന് ശേഷം ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച 10 കോച്ചുമാർ. നിങ്ങൾക്കൊരു പക്ഷേ ഈ ലിസ്റ്റിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായിട്ടുള്ള ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. 10ാം സ്ഥാനത്ത് അവർ കൊടുക്കുന്നത് ഇറ്റാലിയൻ ടാക്ടീഷ്യൻ ആൻ്റോണിയോ കോണ്ടെയാണ്. കോണ്ടെ മികച്ച പ്രകടനമാണ് ഇറ്റാലിയൻ സീരിയയിലും അതുപോലെ തന്നെ പ്രീമിയർ ലീഗിലുമൊക്കെ തൻ്റെ ക്ലബ്ബുകളെ വെച്ച് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ കരിയറിലുടനീളം നമ്മൾ കണ്ടിട്ടുമുണ്ട്. സോ 10ാം സ്ഥാനത്താണ് ആൻ്റോണിയോ കോണ്ടെയെങ്കിൽ 9ാം സ്ഥാനത്ത് ലൂയിസ് എൻറിക്കെയാണ്. ലൂയിസ് എൻറിക്കെ ഒരുപക്ഷെ പെപ് ഗാർഡിയോളയ്ക്ക് ശേഷം ബാഴ്സലോണ കണ്ട മികച്ച കോച്ച് അത് ലൂയിസ് എൻറിക്കെയാണ്. പിന്നെ ലൂയിസ് എൻറിക്കെ സ്പാനിഷ് ദേശീയ ടീമിൻ്റെ പരിശീലകനായിട്ട് പ്രകടനം മോശമല്ലാത്ത രൂപത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് PSG-യിലാണ്. എന്തായാലും ലൂയിസ് എൻറിക്കെ 9ാം സ്ഥാനത്ത് വരുമ്പോൾ 8ാം സ്ഥാനത്ത് വിസെൻ്റെ ഡെൽ ബോസ്കാണ്. എങ്ങനെ മറക്കും അദ്ദേഹത്തിൻ്റെ പ്രകടനം. സ്പാനിഷ് ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിട്ട താരം, റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താര നിരയെ നിയന്ത്രിച്ച കോച്ച്. സോ വിസെൻ്റെ ഡെൽ ബോസ്ക് 8ാം സ്ഥാനത്ത് വരുമ്പോൾ 7ാം സ്ഥാനത്ത് ഡിയേഗോ സിമിയോണിയാണ്. അർജൻറ്റീനക്കാരൻ ഡിയേഗോ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവരുടെ ചരിത്രത്തിലെ തന്നെ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോയ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇപ്പോഴും വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം ലലീഗയിലെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. 7ാം സ്ഥാനത്ത് ഡിയേഗോ സിമിയോണി ആണെങ്കിൽ 6ാം സ്ഥാനത്ത് സിനദിൻ സിദാനാണ്. കളിച്ചിരുന്ന കാലത്ത് തന്നെ വിസ്മയ പ്രകടനം നടത്തിയവനാ. പിന്നീട് അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ടെത്തി തുടർച്ചയായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ചൂടുന്ന കാഴ്ച. അദ്ദേഹം പോയപ്പോൾ പകരം വന്ന കോച്ചൊന്ന് ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ വീണ്ടും വന്നിട്ട് അതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കി മടങ്ങിപ്പോകുന്ന കാഴ്ച. സോ സിദാൻ എന്ന കോച്ചും സിദാൻ എന്ന കളിക്കാരനെ പോലെ തന്നെ ഒരു വിസ്മയമാണ്. 5ാം സ്ഥാനത്ത് യർഗൻ ക്ലോപ്പാണ്. ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ ടാക്ടീഷ്യനായിരുന്ന യർഗൻ ക്ലോപ്പ് അത് കഴിഞ്ഞ് ലിവർപൂളിലേക്ക് എത്തിയപ്പോൾ അവിടെയും മികച്ച പ്രകടനം തുടരുന്ന കാഴ്ച. ഒടുവിൽ അദ്ദേഹം തന്നെ ബ്രേക്ക് എടുക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും ജർമ്മൻ ടാക്ടീഷ്യന് 5ാം സ്ഥാനം കൊടുക്കുമ്പോൾ 4ാം സ്ഥാനത്ത് ഹോസെ മൊറീഞ്ഞോയെ പോലെ ഞെട്ടിച്ച പരിശീലകർ വളരെ കുറവായിരിക്കും. FC പോർട്ടോയെ വെച്ച് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിടാൻ ഏത് കോച്ചിനെ കൊണ്ടാണാവുക? അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുള്ളയാളാണ് ഹോസെ മൊറീഞ്ഞോ എന്ന കാര്യം കൂടി ഓർക്കുക. അതുപോലെ തന്നെ ക്ലബ്ബുകൾക്കൊപ്പവും ഒക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ഹോസെ മൊറീഞ്ഞോ 4ാം സ്ഥാനത്ത് വരുമ്പോൾ 3ാം സ്ഥാനത്ത് സർ അലക്സ് ഫെർഗൂസനാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസ പരിശീലകൻ. നേടാത്തതായിട്ടൊന്നുമില്ല അദ്ദേഹം അവിടെ കോച്ചായി നിൽക്കുമ്പോൾ. നിരവധി തവണ നിരന്തരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മികവൊന്ന് വേറെ തന്നെയാണ്. എന്താണ് ഇപ്പോഴത്തെ യുണൈറ്റഡിൻ്റെ സ്ഥിതിവിശേഷം എന്നുകൂടി നോക്കുമ്പോൾ അറിയാം ആ മനുഷ്യനുണ്ടാക്കിയിരുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന്. 2ാം സ്ഥാനത്ത് കാർലോ അഞ്ചലോട്ടി. യൂറോപ്പിലെ എല്ലാ ലീഗുകളിലും മിന്നും പ്രകടനം നടത്തി കിരീടങ്ങൾ വാരിക്കൂട്ടിയവൻ. റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയിട്ടുള്ള കോച്ച്. ഡോൺ കാർലോയെപ്പോലൊരു കോച്ച് ഇന്ന് ഫുട്ബോൾ ലോകത്തുണ്ടോ എന്നത് തന്നെ ഒരു വലിയ ചോദ്യമാണ്. 1ാം സ്ഥാനത്ത് പക്ഷേ പെപ് ഗാർഡിയോളയാണ് goal.com പ്രതിഷ്ഠിക്കുന്നത്. റെക്കോർഡുകൾ തകർത്തെറിഞ്ഞിട്ടുള്ളയാളാണ്. 12 ലീഗ് കിരീടങ്ങൾ 14 സീസണുകൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളയാളാണ്. പ്രീമിയർ ലീഗിൽ സിറ്റിയെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചത് അദ്ദേഹമാണ്. ബാഴ്സലോണയിൽ അദ്ദേഹം നേടിയ കിരീടങ്ങൾക്ക് കണക്കിലൊറ്റ സീസണിൽ തന്നെ നേടാവുന്നതൊക്കെ നേടുന്ന കാഴ്ചയും നമ്മൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ബയേണിനെ പരിശീലിപ്പിച്ചു. വമ്പൻ ടീമുകളുടെ വമ്പൻ പരിശീലകൻ അതാണ് പെപ് ഗാർഡിയോള. ഏത് വമ്പൻ ടീമിനെയും തൻ്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ടുപോയി കിരീടങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. സമീപകാലത്തെ സിറ്റിയുടെ മോശം പ്രകടനം കൊണ്ട് എഴുതി തള്ളേണ്ടവനല്ല പെപ്പ്. അങ്ങനെ അങ്ങ് തീർന്നു പോകുന്ന ലെഗസിയല്ല അദ്ദേഹത്തിനുള്ളത് എന്ന കാര്യവും ഓർക്കുക. എന്തായാലും 1ാമത് പെപ്പിനെയാണ് അവർ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങളുണ്ടാകും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.